ഹായ് ഹലോ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി ഷാജഹാൻ. പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ടല്ലേ. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവർ നന്നായി റിസൾട്ട് ഉണ്ടാക്കും. റിസൾട്ട് ഒരുപാട് ലഭിക്കും, അല്ലെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ വിജയിക്കും, മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല വിജയം ലഭിക്കും. ഒരു പെർഫോമൻസിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഇൻഫ്ലുവൻസറുടെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഒരു ഹോം മേക്കറുടെ പോലും പെർഫോമൻസ് അവരുടെ എഫിഷ്യൻസിയെയും അവരുടെ റിസൾട്ടിനെയും അവരുടെ തോട്ട് പ്രോസസ്സിനെയും മൈൻഡ് സെറ്റിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്നാൽ എന്താണ് ഒരു പെർഫോമൻസ്? പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുമ്പോഴാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പെർഫോമൻസ് ഈസ് ഈക്വൽ ടു മോട്ടിവേഷൻ ഇൻറ്റു എബിലിറ്റി ഇൻറ്റു എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മോട്ടിവേഷണൽ ഫാക്ടർ എത്രയുണ്ട്, നമ്മുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റ് ചുറ്റും നമ്മൾ ആ ഒരു സാഹചര്യമാണോ, നമുക്ക് നന്നായി പെർഫോം ചെയ്യുന്ന സാഹചര്യമാണോ, ഇതെല്ലാം ഇതിൻ്റെ ക്രൈറ്റീരിയ ആണെന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 4 തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ 4 കാറ്റഗറി ആളുകളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാറ്റഗറി, അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഒരു ഫോക്കസ് എന്ന് പറയുന്നൊരു സാധനം അവർക്ക് ഉണ്ടാവില്ല. നോ ഫോക്കസ് ബട്ട് ടു മച്ച് തിങ്സ്, ടു മച്ച് ആക്ഷൻ. ഇവരെയാണ് പീപ്പിൾ വിത്ത് മെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടിക്കൊഴിഞ്ഞ് കിടക്കും. അവർക്ക് പെർഫോമൻസ് വളരെ പൂറായിരിക്കും, അവർക്ക് റിസൾട്ട് വളരെ കുറവായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ ഡേ ഒരു പരാജയമായിരിക്കും. നിങ്ങൾ ആ കാറ്റഗറിയിലാണെങ്കിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഫോക്കസ് ഇല്ലേ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസോ റിസൾട്ടോ ലഭിക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ കുറച്ചുകൂടി രസമുള്ള ആൾക്കാരാണ്. അതായത് ഒരു ഭയങ്കര ഫോക്കസ് ആയിരിക്കും, ഭയങ്കര എപ്പോഴും ഇങ്ങനെ പല കാര്യത്തെക്കുറിച്ചും മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഈ ഒരു 1 ഇയറിൽ ഇത് ചെയ്യണം, 6 മന്തിൽ ഞാൻ അവിടെ എത്തണം. പക്ഷേ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഇവർ ചെയ്യേണ്ടുന്ന ആക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം അവരുടെ ലൈഫിലുണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവർ, അതായത് ഫോക്കസ് ഉണ്ട്, നോ ആക്ഷൻ, അങ്ങനെയാണെങ്കിൽ ഒരു ഡേ ഡ്രീമേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ ഡേ ഡ്രീമേഴ്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചുറ്റും ധാരാളം ഡേ ഡ്രീമേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു, എന്നാൽ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നില്ല, കാര്യം ആക്ഷൻ ഇല്ല. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോ ആക്ഷൻ നോ ഫോക്കസ്, ഇതൊന്നുമില്ല, ഇതിനെക്കുറിച്ച് ആക്ഷനും ഇല്ല ഫോക്കസും ഇല്ല. ഇവരാണ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. പീപ്പിൾ ഹു സ്റ്റക്സ് ഇൻ ദെയർ ലൈഫ്. എല്ലാ ഫീൽഡിലും സ്റ്റക്കായിട്ടുള്ളവരും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ചുറ്റും തന്നെ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചോദിച്ചാൽ അവർക്ക് ഒരു ജീവിക്കുന്നത് എന്താണ്, എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറയാൻ അവർക്ക് ഉണ്ടാകത്തില്ല. ഇവരാണ്, അവർക്ക് ഫോക്കസും ഇല്ല, അതുപോലെ അവർക്ക് ആക്ഷനുമില്ല. ഇനി ഏറ്റവും നല്ല കാറ്റഗറി എന്ന് പറയുന്നത് ഫോക്കസും ആക്ഷനും കറക്റ്റ്, ഹൈ ഫോക്കസ് ഹൈ ആക്ഷൻ. ഇവരാണ് പീക്ക് പെർഫോമേഴ്സ് ആകുന്നത്, ഇവരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നത്. ഇവർ ലോകം എമ്പാടുമുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 20% ആളുകളാണ് പീക്ക് പെർഫോമേഴ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അവർ ആണ് ഹൈ ഫോക്കസ് ആയിരിക്കും, ഹൈ ആക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അതിന് മോട്ടിവേഷൻ ഒരു ഫാക്ടറാണ്, നമ്മുടെ എബിലിറ്റി ഒരു ഫാക്ടറാണ്, അതുപോലെ എൻവയോൺമെൻറ്റ് ഒരു ഫാക്ടറാണ്. മോട്ടിവേഷനും എബിലിറ്റിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല പെർഫോമേഴ്സായി മാറാം. എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, എബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ്, നമ്മുടെ കോമ്പറ്റൻസി കൂട്ടാൻ പറ്റുന്നതാണ്. മോട്ടിവേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും പീക്ക് പെർഫോമേഴ്സ് ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.